ദിവസമായി ഇന്ന് പരിശുദ്ധ കന്യാമാതാവിന്റെ സർക്കാർ ഓണത്തിരുന്നാൾ കൂടിയാണ്. ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ മാതാവിനെ കുറിച്ച് പല അറിവുകളും നേടിയവരാണ്. 1950 നവംബർ 1-ന് 12ാം പീയൂസ് പാപ്പ മാതാവിന്റെ സർക്കാരോട് കത്തോലിക്ക സഭയുടെ വിശ്വാസ സിദ്ധാന്തമായി പ്രഖ്യാപിച്ചു. തന്നിലെ ദൈവവിശ്വാസത്തെ പ്രവൃത്തി തലങ്ങളിലേക്ക് കൊണ്ടുവന്നതായിരുന്നു പരിശുദ്ധ കന്യാമറിയം. ദൈവദൂതൻ വന്നത് ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നിലെ ദൈവവിശ്വാസത്തിന് ഒരു കുറവും വരുത്താതെ ഈ സംഭവമെല്ലാം മറിയം വിജയത്തെ സംഗ്രഹിച്ചു. ദൈവസ്നേഹത്തോടൊപ്പം തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന കൽപ്പന ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ മറിയത്തിന് സാധിച്ചു. തന്റെ സാക്ഷിക്കാരെ സമയത്ത് 6 മാസം ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവളെ ശുശ്രൂഷിക്കാൻ മറിയം അവിടെ ഓടിയെത്തി. കാനായിലെ വിവാഹത്തിനിടയിലും സംഭവത്തിൽ നിന്ന് സ്വപുത്രം വഴി അപമാനത്തിന്റെ ഒക്കെ നിന്ന് ആ കുടുംബത്തെ മറിയം രക്ഷിച്ചു. 12 തിരുനാളിയെ ഒരുമിച്ച് ചേർത്ത് അവർക്ക് ധൈര്യം പകർന്നു നൽകിയത് പരിശുദ്ധ കന്യാമാതാവാണ്. പല പ്രതിസന്ധികളും നമ്മൾ നേരിടുമ്പോൾ നമ്മുടെ മാതാവിന്റെ ജീവിതവും നമുക്ക് നോക്കണം. സ്വപുത്രൻ കാലുവേങ്ങാലയും കുരിശിൽ കടന്ന് മരിച്ചപ്പോൾ ഉള്ളിനുള്ളിൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു പരിശുദ്ധമ്മ ചെയ്യുന്നത്. നമുക്കുണ്ടാകുന്ന പരിസ്ഥിതികളെല്ലാം മാതാവിനെ സമർപ്പിക്കാം. പരിശുദ്ധമ്മയെ പോലെ അടിയത്തി വിശ്വാസത്തിൽ വളരാൻ നമുക്ക് സാധിക്കട്ടെ. 77 വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിയതിൽ നമ്മൾ സന്തോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മെ പോലെ കുറെ ആളുകൾ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ച് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ തിരിച്ചു കിട്ടിയവർക്ക് പരിശുദ്ധ അമ്മ വഴി ദൈവശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.